അള്ളാഹുവിന്റെ രഹസ്യമാണ്. ഹബീബ് നൂറ് മുജസ്സമാണ്. അവിടുത്തെ നൂറ് അത് മുജസ്സമായതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം, തിരുശരീരം, ഹബീബിന്റെ ശരീരം നൂറ് മുജസ്സമാണ്. അല്ലാതെ അതിന്റെ മാദ്ദ അത് മണ്ണല്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹബീബിന് സബഅത്തുബാഖ്, അതുകൊണ്ടാണ് ഹബീബിന് ഏഴാകാശങ്ങളും സിദ്റത്തുൽ മുൻതഹയൊക്കെ കടന്ന് അള്ളാഹുവുമായി ബിൽ ഐനി, അള്ളാഹുവുമായി കണ്ടുമുട്ടാൻ സാധിച്ചത്. അതുകൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് അള്ളാഹുവിനും റസൂലിനും അറിയാം. നൂറിലേക്ക് ചേരുന്നതാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വിശദീകരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തന്നെയാണ് അവിടുത്തെ ദുആയിലും അല്ലാഹുമ്മ ജഅൽനി നൂറാ വമിൻ ബൈനി നൂറാ വമിൻ ഖൽഫി നൂറാ, അവിടുത്തെ ദുആയിൽ പോലും അങ്ങനെ തന്നെയാ, എന്നെ നൂറാക്കണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അവിടുന്ന് നൂറാണ്, മുഴുവനായും അവിടുന്ന് നൂറാണ്, അവിടുത്തെ എല്ലാം നൂറാണ്. ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കാൻ നേരത്ത് ഹബീബിനെ പടക്കാനുള്ള നൂറ് എടുത്ത് കൊണ്ടുവന്ന് ആദം നബിയെ പടക്കുന്ന കൂട്ടത്തിലെടുത്ത് കുഴച്ചു എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ശുദ്ധ ഹദീസുകളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അവിടുന്ന് നൂറാണ്. അവിടത്തെ പടക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാനാണ് മണ്ണെടുത്തത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാൻ വേണ്ടി മണ്ണെടുത്ത് ആദം നബി മണ്ണുകൊണ്ടാണ് പടക്കപ്പെട്ടത്. ആ മണ്ണിലിട്ട് ഹബീബിനെ പടക്കാനുള്ള മണ്ണെടുത്ത് അതിലിട്ട് കൂട്ടിക്കുഴച്ചു എന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മണ്ണെടുത്ത് പടക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് വന്നത്? മണ്ണുകൊണ്ട് പടക്കപ്പെടേണ്ട സാഹചര്യം എങ്ങനെയാണ് വന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നൂറാണ്. ആ നൂറിൽ നിന്നാണ് സർവസ്വം പടക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നൂറിൽ നിന്നാണ് ഭൂമിയും സർവ്വചരാചരങ്ങളെയും മലക്കുകളെയും ജിന്നുകളെയും സർവ്വ സൃഷ്ടികളെയും പടക്കുന്നത്. ആ നൂറിൽ നിന്നാണ്.